ഈശ്വര, ഇതിന് ഞാൻ തന്നെ പബ്ലിസിറ്റി കൊടുക്കണോടോ? എന്റെ ഭൂമിയിലെ ഒരു ഭർത്താവിനും ഇങ്ങനെ ഒരു കാഴ്ച ലൈവായിട്ട് കാണാനുള്ള ഇട വരുത്തരുതേ. രണ്ടെണ്ണത്തിനെ ഇന്ന് ഞാൻ കൊല്ലും. എന്തിനാ കൊല്ലണേന്ന്? തുറക്കടോ കഥകൾ. എടീ, ദേ വരുന്നുണ്ട്, അവൻ വരുന്നുണ്ട്. കാണിച്ചു തരാം. സുന്ദരിയായ എന്റെ ഭാര്യയെ വേലക്കാരിയായിട്ട് കാണാതെ സ്വന്തം സഹോദരിയായിട്ട് കാണാന്ന് താൻ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തല്ലോ. എന്റെ രാജേന്ദ്ര, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. താനൊന്നും പറയണ്ട. സൂചി കയറ്റുന്നിടത്ത് തൂമ്പ കയറ്റുന്ന മോനാ. തനിക്ക് കൊതി തീർന്നിട്ടില്ലല്ലേ? വീണ്ടും വീണ്ടും ഷൂ എന്നടിച്ച് വളക്കിയാണല്ലേ? ഞാൻ കാണിച്ചു തരാടോ. എടീ, കോംപ്ലക്സിൽ ഉണ്ടായിരുന്നോമാര് ശങ്കർ സാറിന്റെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഈ കിഴങ്ങനോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, കേറല്ലേടാ. ഇപ്പൊ നിനക്ക് ബോധ്യായില്ലടേ രാജേന്ദ്ര. അത് ശരി. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെയൊക്കെ പരിപാടി. മാറി നിക്കടി. ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. ആദ്യം ഞാൻ ഈ വിവരം ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് നിന്നെയൊക്കെ അഴി എണ്ണീക്കോടാ. സത്യമായിട്ട് നിലവിളിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ എടുത്തത്. ഇന്ന് വിളിക്കണ്ട, നാളെ ഞാൻ നിലവിളിച്ചോളാം. പോട്ടെ. പോകാൻ വരട്ടെ. എങ്ങോട്ട്? ഇന്ന് അത്താഴമൊക്കെ കഴിച്ച് നമുക്ക് ഇവിടെ കൂടാം. പോകാൻ സമയമാകുമ്പോ ചേട്ടന്മാര് പറയും. ഓക്കെ? അതെ, ഒന്നും മാറിയെന്നെ. ഇവര് പറയുമ്പോ പോയാ പോരെ? അല്ല, അത് വേണ്ട. അവിടെ ഡ്യൂട്ടിക്കാരില്ല, എനിക്ക് പോയേ പറ്റൂ. അവളിവിടെ നിന്നോട്ടെ. അപ്പൊ അവളി അന്യ നിനക്ക് ഡൗട്ടില്ലേ? എനിക്കെന്തോന്നും ഡൗട്ട് ഇല്ലല്ലേ? ഒന്നുമില്ല. ശരി, ഞാൻ പോട്ടെ. ഇന്ന് രാത്രി മുതല് നിന്റെ ഡ്യൂട്ടി ഇവിടെയാണ്, മനസ്സിലാണോ? എന്തെങ്കിലും ഒരു ഐഡിയ പറ രാജേന്ദ്ര. അവരെല്ലാരും നല്ല ഉറക്കത്തില. നീ കൊറേ നേരായല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഐഡിയ കിട്ടിയ? എന്തോന്ന് ഐഡിയ? ഞാൻ അത്താഴം കഴിഞ്ഞാൽ മിനിമം 1/2 കിലോമീറ്റർ നടക്കുന്ന പതിവാണ്. പക്ഷെ ഈ റൂമിൽ അതിനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട്. അല്ല രാജേന്ദ്ര, നീ നിന്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രം വല്ലതും ആലോചിക്കാന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പാതിരാത്രി 12:30 മണിക്കാണ് തന്ത്രം. ഒരു 8-8:30 മണിക്ക് മുമ്പായിരുന്നെങ്കിൽ ആവശ്യം പോലെ തന്ത്രം ഞാൻ തന്നേനെ. ഇപ്പൊ തന്ത്രം മനയുന്ന ഞരമ്പുകളെല്ലാം ഉറങ്ങിക്കാണും. സാധാരണ മനുഷ്യന്മാര് ഞരമ്പുകൾക്ക് ഒരു 11 മണിയാകുമ്പോഴേ ഉണരും. ഇത് 12 മണി കഴിഞ്ഞാൽ ഉണരൂലല്ലേ? ചേട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. നിർത്തടി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ പാതിരാത്രി ഐഡിയ പറയുന്നു. മിണ്ടി പോകരുത്. എന്താ ഐഡിയ? ഹലോ, അതെന്റെ ഭാര്യയാണ്. ഐഡിയ പറയാൻ ആരും അറിയണ്ട. എന്റെ ഐഡിയ ആയിട്ട് തൽക്കാലം നീ അതങ്ങ് വിളമ്പ്. എങ്ങനെയുണ്ടടി? ഞാനിപ്പൊ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്ക. അതായത് ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാ, ചേട്ടനെ ഇവിടെ കൊണ്ടാക്കിയത് പോലീസുകാരാണല്ലോ. അതെ. നാളെ ചേട്ടൻ ഡ്യൂട്ടിക്ക് ചെല്ലാതാകുമ്പോ അവരെല്ലാം കൂടെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാലോ. ആ പറഞ്ഞത് ബുദ്ധി തന്നെയാ. പക്ഷെ ഞാൻ പോലീസ് അല്ലല്ലോ. ആയിരുന്നു. അപ്പൊ നീ പോലീസ് അല്ലേ? അല്ല, ഞാൻ വെറും ഹോം ഗാർഡ്. നട്ടുച്ച വെയിലത്ത് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ട വെറും ഹോം ഗാർഡ്. ഡെയിലി 175 രൂപ സാലറി.
ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ആരും എന്നെ തിരക്കേയില്ല. പോടാ. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ച് നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം. ദേവസിച്ചായ, എനിക്കൊരു ഐഡിയ. എന്താ എന്താ? കക്കൂസ് എവിടെയാ? എന്തിനാ? നമുക്ക് എല്ലാവർക്കും കൂടെ കക്കൂസിലോട്ട് പോകാം. പോടാ. അതിനല്ലാന്നു, പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം അവിടെ ഉണ്ടെന്നേ. ഇതൊക്കെ ശരിയാവോ? ശരിയാകുന്നു. ഇതുപോലത്തെ ഭിത്തി ഇടിച്ച് തുറന്നിട്ടല്ലേ രാത്രി പല പല വീടുകളിൽ ഞാൻ കയറിയിട്ടുള്ളത്. എന്താ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല, ഇതിങ്ങ് തന്നെ. അതെ, ഇത് വച്ചിട്ട് ഞാൻ ഒരു ഇടി ഇങ്ങനെ ഇടിക്കും. അപ്പോ ആ ടൈമിങ്ങിന് തന്നെ നിങ്ങൾ ചുമച്ചിരിക്കണം. ദാ ഇതുപോലെ. അതെന്തിനാ? അതെ, ഇടിക്കുന്ന ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനാണ് അവിടെ ചുമക്കുന്ന ശബ്ദം കൊടുക്കുന്നത്. അതിന് തന്നെ. അവരുണർന്നാൽ വന്ന് പറയാ എന്റെ ഭാര്യ അവിടെ നിർത്തിയിട്ടുണ്ട്. ചുമക്കാൻ മറക്കരുത്, ടൈമിംഗ് ആയിരിക്കണം. റെഡി? വെരി ഗുഡ്. ഇതൊന്നും ഇങ്ങനെ ചുമച്ച എനിക്ക് ഇടിക്കാൻ പറ്റൂല. ഇത് ഒറിജിനലാണ്. ഇത് തുടങ്ങി കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ പോവും. ഞാനിപ്പൊ നിർത്തിത്തരാം. ഭാഗ്യം ഇപ്പൊ നിന്നല്ലോ. ഇനി ഞാൻ ഇടിക്കുമ്പോ നിങ്ങൾ മാത്രം ചുമക്കണ്ട. രക്ഷപ്പെടാനുള്ള പുറപ്പാട്. എന്നെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അവസരം. ഈ എസ്കേപ്പ് വിവരം എത്രയും പെട്ടെന്ന് അവരറിയിക്കണം. കാണിച്ചു തരാട്ടാ. നീ ഇവിടെ എല്ലാവർക്കും രക്ഷപ്പെടണ്ട. രാജേട്ടൻ ഇപ്പൊ ഭിത്തി പൊളിക്കും. നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ. ഞാനിപ്പോ തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്ക് അവരെ തീവ്രവാദിക്ക് ഒപ്പിച്ചേരണം. നീ ഒന്ന് വിട്ട, നിങ്ങളെ പിടിച്ചു കൊടുത്താലേ അവരെന്നെ ശബ്ദത്തിച്ചേർക്കും. ശരത്തണ്ണ, നീ അവിടെ ശരത്തണ്ണ, അയ്യപ്പണ്ണ, ശാമ്പണ്ണ. രക്ഷപ്പെട്ടു. ആദ്യം ഞാൻ രക്ഷപ്പെടും, എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെയായിട്ട് ഞാൻ രക്ഷപ്പെടുത്തും. എന്നെ തള്ളി പുറത്താക്കും. എവിടെയോ കയറി ഉടക്കി ഇവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രക്ഷപ്പെടും. പിന്നെ എന്റെ ഭാര്യ അമ്മയും പിന്നെ എന്റെ മക്കള്. അത് കഴിഞ്ഞിട്ട് നീയോ തർക്കിക്കല്ലേ. എന്റെ പകുതി അകത്താണ്, ബാക്കിയോടെ തള്ളി പുറത്തിട്. അങ്ങോട്ട് പോട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വാസമില്ലേ? അങ്ങനെ നോക്കിക്ക. ഏകദേശം പുറത്തു വന്നതായിരുന്നു. നിങ്ങൾക്ക് എന്താ മിണ്ടാട്ടമില്ലേ? ഞങ്ങള് സമ്മതിക്കില്ല. ആ കിഡ്നാപ്പേർക്ക് ഞങ്ങള് വാക്ക് കൊടുത്തതാ. ഇവർ രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ഒഴിഞ്ഞു മാറുക. അതെ, ഞാൻ പിടിച്ചു വലിച്ച് എനിക്ക് വയ്യാണ്ടായി. ഇനി നിങ്ങൾ പിടിച്ചു വലിക്കുക. അല്ലോ, താഴോട്ട് പോണ്. അങ്ങനെ ആക്കരുതെന്ന്. പിടി, ഇങ്ങോട്ട് തള്ളു. ഇപ്പൊ ചൂളം കുത്തിയത് നിനക്ക് മനസ്സിലായില്ലേ? ശരിക്കും എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിക്കും. പിടിച്ച് വലിക്കാതെ മൊത്തം തള്ളി പുറത്തിട്. ഇത് ആരിട്ട് വലിക്കുന്നത്? അവരൊന്നും വരൂല. അവരൊക്കെ ഉറക്കമായിരിക്കും. നിങ്ങൾ എന്നെ തള്ളി പുറത്തിട്. ഇതെങ്ങോട്ട് കൊണ്ടുപോണ്? പിടിച്ച് വലിച്ച് ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു.